അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിലെ ഏറ്റവും വിശിഷ്ടമായ മൂന്നാമത്തെ പകുതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ആദ്യത്തെ 10 ദിവസങ്ങളിൽ നേടിയെടുത്ത് പാപമോചനത്തിന് വേണ്ടി മനസ്സുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് പൂർണ്ണമായ വിടുതലിലേക്ക്, വിട്ടുവീഴ്ചയിലേക്ക്, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക്, നരകവിമോചനത്തിലേക്ക് ഒക്കെ പ്രവേശിക്കുന്ന മഹത്തായ ദിനരാത്രങ്ങളാണ് ഇനി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കാരുണ്യം എനിക്കും നിങ്ങൾക്കും ലഭിച്ചാൽ പിന്നെ സംഭവിക്കുന്നത് അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി വന്നുപോയ പാപങ്ങൾ ഓരോന്നും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുന്നു എന്നുള്ളതാണ്, പുറത്തു തരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് മനസ്സുകൊണ്ടും വിശ്വാസിയുടെ ആത്മാർത്ഥമായ തേട്ടം കൊണ്ടും ആഗ്രഹിക്കുന്നത്, റബ്ബെ, എന്റെ ജീവിതത്തിൽ ഇനി പരിപൂർണമായ വിട്ടുവീഴ്ചയാണ് വേണ്ടത്, അഫുവാണ് വേണ്ടത്. എന്നിട്ട് നരകത്തിൽ നിന്നുള്ള വിമോചനമാണ്, പരിപൂർണമായി നിന്റെ തൃപ്തിയാണ്. ആ അർത്ഥത്തിൽ ഇനി അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടക്കാരാവുക, വേണ്ടപ്പെട്ടവരാകുക, റബ്ബെല്ലാം പൊറുക്കുകയും വിട്ടുവീഴ്ചയും ചെയ്യുകയും ചെയ്ത ഏറ്റവും വേണ്ടപ്പെട്ടവരായി മാറുക. ആ തേട്ടത്തിന് വേണ്ടിയുള്ളതാണ് അവസാനത്തെ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ, നീ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്നവനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ തന്നെയാണ് വിട്ടുവീഴ്ച. ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യുന്നതിന് എല്ലാം ഇഷ്ടപ്പെടുന്നവനുമാണ് നീ. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ വിട്ടുവീഴ്ച നൽകണമേ തമ്പുരാനെ, ഇളവ് നൽകണമേ തമ്പുരാനെ, ആശ്വാസം നൽകണമേ തമ്പുരാനെ. ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന കൊണ്ട് ഹൃദയം നിറയേണ്ടുന്ന, മനസ്സു നിറയേണ്ടുന്ന ദിനരാത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ വരുന്നത്. നമ്മൾ കൂടെയുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. നമുക്ക് അധികാരമുള്ളവരുടെ ഇടയിൽ, നമ്മുടെ കീഴെ പ്രവർത്തിക്കുന്നവർക്കിടയിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുക. വീട്ടിലും നാട്ടിലും കുടുംബത്തിലും തന്റെ നിയന്ത്രണത്തിലുള്ളവരോട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുക. ആ അർത്ഥത്തിൽ വിട്ടുവീഴ്ച ഒരു ശീലമാക്കുകയും, അള്ളാഹുവെ, നിന്റെ വിട്ടുവീഴ്ചയിലൂടെ എന്നെ എന്നേക്കുമായി നന്മയിലേക്കും സന്തോഷത്തിലേക്കും വഴി നടത്തണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹു എനിക്ക് അവന്റെ കരുണയിലൂടെ, പാപമോചനത്തിലൂടെ എന്നെ ഏറ്റെടുത്ത എന്റെ റബ്ബ് ഇനി എനിക്ക് പൂർണ്ണമായ വിടുതൽ നൽകി, വിട്ടുവീഴ്ച നൽകി, എന്നെ അവന്റെ ഇഷ്ടക്കാരനാക്കി, അവന്റെ സ്വന്തക്കാരനാക്കി എന്നെ മാറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് വിശ്വാസിക്ക് ഈ അവസാന ദിനരാത്രങ്ങളിൽ കടന്നു വരുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ, നീ തന്നെയാണല്ലോ വിട്ടുവീഴ്ച, നീ തന്നെയാണല്ലോ വിശാലമായ നന്മ കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്നവൻ. തുഹിബ്ബുൽ അഫ്വ, ആ വിട്ടുവീഴ്ച, ആ മനോഭാവത്തെ നീ വല്ലാതെ ഇഷ്ടപ്പെടുന്നുമുണ്ടല്ലോ. ഫഅഫു അന്നി, എനിക്ക് ആ വിടുതൽ, വിട്ടുവീഴ്ച എനിക്ക് നൽകണമേ തമ്പുരാനെ. ആത്മാർത്ഥമായ പ്രാർത്ഥനകളിലൂടെ നിറഞ്ഞു നിൽക്കുന്നതാവട്ടെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.